സൊമാറ്റോ, സ്വിഗ്ഗി, ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളിത് കേൾക്കണം. ഫോൺ എടുത്ത് ആപ്പിൽ കയറി 4 കുത്ത് ഷവർമ, ഷവായ്, ബിരിയാണി, അൽഫാം, UPI പിന്നും കൂടെ അടിച്ചു കൊടുത്ത് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അരമണിക്കൂറിൽ ഫുഡ് നിങ്ങളെ വീട്ടിലെത്തുന്നു. വാവ്, നൈസ് അല്ലേ? ഈ അരമണിക്കൂർ എങ്ങാനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഡെലിവറി ബോയിനെ വിളിച്ചിട്ട് മോനെ നീ എൻ്റെ ഫുഡും കൊണ്ട് എവിടെ ടൂറിന് പോയി എന്ന് ചോദിക്കുന്നവർ പ്രത്യേകം ഇത് കാണുക. നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 15 മുതൽ 25 മിനിറ്റ് വരെ റെസ്റ്റോറൻറ്റിന് ഫുഡ് റെഡിയാക്കാനുള്ള സമയം കൊടുക്കും. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കോ ഫുഡ് റെഡി ആകുമ്പോഴത്തേക്കോ കമ്പനി നമുക്കത് അസൈൻ ചെയ്ത് തരും. നമ്മൾ ഇവിടുന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇത് കറക്റ്റായിട്ട് റെഡി കൊടുക്കും, ചില ആൾക്കാർ റെഡി കൊടുക്കാതെ വെച്ചേക്കും. ആരാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല, കാരണം നമ്മൾ കബഡി ഇറത്തിൽ പഠിച്ചിട്ടില്ല. റെഡി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡിലേ ആയിട്ട് അകത്ത് പോയി ചോദിക്കുമ്പോഴത്തേക്ക് റെഡി വന്നെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള ഒരു കൊണച്ച ഡയലോഗും, റെഡി കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിലേ ആയിട്ട് പോയി ചോദിക്കുന്ന സമയത്ത് 10 മിനിറ്റ് മുന്നേ റെഡിയാക്കി വെച്ച സാധനം ഒന്നും മിണ്ടാതെ ഇങ്ങെടുത്ത് തരും. അവിടെ നിന്ന് ആ ഫുഡും എടുത്ത് മഴ, വെയിൽ, വെള്ളക്കെട്ട്, മോശം റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, വഴിതിരിച്ച് വിടൽ, സമരം, റോഡ് ബ്ലോക്ക്, ഇതെല്ലാം താണ്ടിയാണ് നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങളെ കയ്യിലോട്ട് എത്തിച്ചേരുന്നത്. ചിലർക്കത് 1ാം നിലയിൽ വേണം, ചിലർക്കത് 5ാം നിലയിൽ വേണം, ചിലർക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും 10ാം നിലയിൽ കിട്ടണം. അപ്പോൾ നിങ്ങളുടെ ഓർഡർ ഡിലേ ആയിട്ട് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൊമാറ്റോ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഫുഡ് ഓൺ ദ വേ എന്നല്ല കാണിക്കുന്നത്, ഫുഡ് ബീയിങ് പ്രിപ്പയർഡ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഡെലിവറി ബോയ് അവിടെ വെയിറ്റിംഗ് ആണെന്നോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ വിളിച്ചിട്ട് ഡെലിവറി ബോയിനെ വിളിക്കുന്ന തെറി അവരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഫുഡ് കിട്ടും, നമുക്ക് നേരത്തെ എത്തിച്ചേരാനും പറ്റും. പക്ഷേ 90% റെസ്റ്റോറൻറ്റ്സും ആ സമയത്ത് ഫോൺ എടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഫുഡ് ഡിലേ ആവുന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റ്സ് ആണ്. ചില റെസ്റ്റോറൻറ്റുകളിൽ ഒരു കുക്കും കാണും, 25 ഓർഡറും കാണും. ഓരോന്ന് കൊടുത്ത് ഫുള്ള് ഫുഡ് ഡിലേ ആവും. അതേ കണക്ക് വേറെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, 50 ഓർഡർ എടുത്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ്ലൈൻ ആക്കാതെ അടുത്ത 50 ഓർഡർ കൂടെ എടുത്ത് വെച്ച് ഈ ഓർഡർ മുഴുവൻ ഡിലേ ആക്കി നമുക്കും ഡിലേ, കസ്റ്റമറിനും ഡിലേ ആവും. അതുപോലെ റബൽ ഫുഡ്സ് പോലുള്ള സ്ഥലങ്ങളിൽ അരമണിക്കൂറായി ഫുഡ് റെഡി ആയിരുന്നാൽ പോലും ചില സമയങ്ങളിൽ പാക്ക് ചെയ്യാനായിട്ട് ആൾ കാണാറില്ല. ഇനി ഓൺ ദ വേ എന്നാണ് കാണിച്ച് നല്ല രീതിക്ക് ഡിലേ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ബോയ്സിനെ വിളിക്കുക. ഒന്നീ മൾട്ടി ഓർഡറില്ല മറ്റേ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയതോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അല്ലാതെ 99% ഡെലിവറി ബോയ്സ് മനഃപൂർവ്വം ഡിലേ ആക്കാനുള്ള ചാൻസ് ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 12 to 14 മണിക്കൂർ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ഓർഡറും എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഓർഡർ എടുക്കാൻ മാത്രമേ നമ്മൾ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ അടുത്ത തവണ മുതൽ റെസ്റ്റോറൻറ്റിൻ്റെ ഡിലേ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അവരെ വിളിച്ച് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക.